ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു മധുരമായാലോ? പാൽപ്പായസമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഈ പാൽപ്പായസത്തിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലിറ്റർ പാല്, 1/2 കപ്പ് പച്ചരി, 1 കപ്പ് വെള്ളം, പഞ്ചസാര 1/2 കപ്പ് കൂടാതെ 2 ടേബിൾ സ്പൂൺ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 നുള്ള് ഉപ്പാണ്. ആദ്യം കുക്കറിലേക്ക് 1/2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടാതെ 2 ടേബിൾ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നേരത്തെ തിളപ്പിച്ച് വെച്ച പാലാണ്. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ 30 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഈ പാൽപ്പായസം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. കുക്കറിലായതുകൊണ്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. സാധാരണ പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് അങ്ങനെയൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. പ്രഷർ നല്ലതുപോലെ പോയ ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. സാധാരണ പായസത്തിലൊക്കെ ചേർക്കുന്നത് പോലെ ഏലക്ക പൊടിച്ചതോ അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതെ തന്നെ ഈ പാൽപ്പായസത്തിന് നല്ല രുചിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.